ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്യണം, പക്ഷെ നമ്മളെ ക്ലാസ് വലുതായിട്ടൊന്നും കാണുന്നില്ല. ഇംഗ്ലീഷ് ക്ലാസ്സും മലയാളം ക്ലാസ്സും വളരെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവർ മടുത്ത് കാണും. നമുക്ക് എന്താണിത് സംഭവിക്കണമെന്നൊന്നും തിരക്കിയേ പറ്റുള്ളൂ. എന്താ നമ്മളെ എനർജി അത്രയും നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. ശരി, ഏതായാലും ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇത് എൻ്റെ ഇടത് ഭാഗത്തിരിക്കുന്ന വൈഷ്ണവി, നിങ്ങൾക്കറിയാം. അശ്വിൻ ഉണ്ട്, ഐശ്വര്യ ഉണ്ട്, പിന്നെ സൂരജ് ക്യാമറയും കൈകാര്യം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 25/2024 ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ബാക്കി ഭാഗം ഒരു ക്ലാസ് നമുക്ക് ഇന്നെടുക്കാം, ഇല്ലേ? എല്ലാവരും ക്ലാസ്സുകളൊക്കെ കാണണം, അഭിപ്രായങ്ങൾ എഴുതണം. നിങ്ങൾക്കൊരു താല്പര്യക്കുറവ് വന്നിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? എന്താ അഭിപ്രായങ്ങളൊന്നും എഴുതുന്നില്ല? എല്ലാവരും കൂടെ സഹകരിച്ചാലേ ക്ലാസ് മുന്നോട്ട് പോകുള്ളൂ. എന്താ? ശരി. അപ്പോൾ ഇതിൽ നമ്മൾ എടുക്കാനുള്ളതിൽ ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ആ തെറ്റൊക്കെ അവിടെ കിടക്കട്ടെ. പക്ഷേ വേറൊരു കാര്യം, ഈ തെറ്റായ പ്രസ്താവന എന്നുള്ളത് തെറ്റായ എന്നുള്ളതിൽ വരച്ചിട്ട് ഇതിൻ്റെ ആൻസർ എഴുതാൻ തുടങ്ങാവൂ, അല്ലെങ്കിൽ നമ്മൾ ഈ സമയത്ത് തീരില്ല. ബാധകമല്ലാത്തത്, തെറ്റായത്. അപ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ തെറ്റായത് ഉണ്ടോയെന്ന് നോക്കിയാൽ മതിയല്ലോ. ശരിയായതിനങ്ങ് വിട്ടുകളയുക, തെറ്റായതിനെ മാത്രം നോക്കിയാൽ. ആദ്യം ഒരു തെറ്റായത് കൃത്യം കണ്ടെങ്കിൽ പിന്നെ ചോദ്യം വായിച്ചു നോക്കണ്ട, കാരണം ഉത്തരം ക്ലിയറായി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മുടെ അയൽരാജ്യമാണ് ചൈന, അല്ലേ? നമ്മുടെ അയൽരാജ്യമാണ് ചൈന. നമുക്ക് ചൈനയെക്കുറിച്ച് ലേശം സംസാരിക്കാം. നിങ്ങളെ കൂടെ ഉത്സാഹിച്ച് എല്ലാവരും ദുഃഖം പോലെ ഇരിക്കണം. എല്ലാവരും വൈ യു ആർ നോട്ട് സോ ഹാപ്പി? ഈ പ്രായത്തിൽ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുകയില്ലേ? ശരി, ഇവിടെ ചൈനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ഓടിപ്പോയത് ഞാൻ പറയട്ടോ. ഇന്ത്യയുടെ അയൽരാജ്യമാണ് ചൈന. വൈഷ്ണവ്, ഇന്ത്യക്ക് എത്ര അയൽരാജ്യങ്ങളുണ്ട്? ഇന്ത്യക്ക് 9 അയൽരാജ്യങ്ങളുണ്ട്. അത് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന എത്ര അയൽരാജ്യങ്ങളുണ്ട്? 7 അയൽരാജ്യങ്ങളുണ്ട്. ശരിയാണല്ലേ? ശരി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഐശ്വര്യ എത്ര രാജ്യങ്ങളുണ്ട്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ 7 രാജ്യങ്ങളാണുള്ളത്. 7 രാജ്യങ്ങളാണുള്ളത്. എടോ, ഇത് മനസ്സിലായോ? കാസർഗോഡ്, കോഴിക്കോട്, കൊല്ലം, കൊല്ലത്തെ കൂടെ എടുക്കാൻ നമുക്ക്, തിരുവനന്തപുരം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ ഞങ്ങൾ ആക്ഷേപിക്കുന്നുണ്ട്, ജനഗണമന പാടാൻ അറിഞ്ഞിടാത്തവരാണ് തിരുവനന്തപുരത്തുകാരെന്നൊക്കെ ചിലപ്പോൾ ഇവർ ആക്ഷേപിച്ചേക്കാം. ഞങ്ങൾക്കറിയാം കേട്ടോ നന്നായിട്ട്. നിങ്ങളങ്ങനെ പിന്നെ ഈ ചെറിയ പശുകളൊക്കെ ആർക്കും വേണം സംഭവിക്കാം. ശരി, അങ്ങനെയാണെങ്കിൽ ചൈനയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉള്ള 7 രാജ്യങ്ങളെ ഐശ്വര്യ പറയും. രണ്ടും രണ്ടാണ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പെടുന്ന രാജ്യങ്ങൾ, സബ് കോണ്ടിനെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോണ്ടിനെൻ്റ് ആകാനുള്ള ഇതില്ല, എന്നാൽ ഉപഭൂഖണ്ഡമാണ് എന്ന് പറയാം, അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ആ ഉപഭൂഖണ്ഡത്തിൽ പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഐശ്വര്യ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് പറയുന്നത്. ഒന്ന് പാകിസ്ഥാൻ. പാകിസ്ഥാൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നു. അടുത്ത് വരുന്നത് നേപ്പാൾ, ഭൂട്ടാൻ, പിന്നെ അടുത്ത് വരുന്നത് ബംഗ്ലാദേശ്, പിന്നെ ഏതാണ് വരുന്നത്? ശ്രീലങ്ക, മാലിദ്വീപ്, പിന്നെ ഇന്ത്യ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ 7 രാജ്യങ്ങൾ കറക്റ്റാണ്. ഇന്ത്യ കൂടെ ചേർക്കണം, 7 രാജ്യങ്ങൾ വരും. അപ്പോൾ എനിക്കൊരു സംശയം, വൈഷ്ണവി നേരത്തെ പറഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ 7 + 2 9 എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് നമ്മൾ വിട്ടുകളഞ്ഞത്? അഫ്ഗാനിസ്ഥാൻ, ചൈന, മ്യാൻമാർ. അപ്പോൾ ഇവിടെ ഈ ഇന്ത്യ പാർട്ട് 1 പാർട്ട് 2 ഒക്കെ നമ്മൾ ഇട്ട കാലഘട്ടത്തിൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ എത്ര എന്ന് കേട്ടപ്പോഴത്തേക്ക് വൈഷ്ണവി പറഞ്ഞ എത്രയാണ്? 9. ആ 9 പറഞ്ഞതിൽ ഏതില്ല? ഇന്ത്യ ഇല്ല. അതേസമയം ഇന്ത്യൻ ഉപഭൂഖണ്ഡം പറഞ്ഞപ്പോഴത്തേക്ക് ഐശ്വര്യ പറഞ്ഞ 7-ൽ ഏതുണ്ട്? ഇന്ത്യ ഉണ്ട്. ഇത് എൻ്റെ അടുത്തൊരു സംശയം കൊണ്ട് വിളിച്ചു കേട്ടതാണ്. ശരി, അപ്പോൾ ഐശ്വര്യ പറയണത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അഫ്ഗാനിസ്ഥാൻ ഇല്ല, ചൈന ഇല്ല, മ്യാൻമാർ ഇല്ല. എന്തുകൊണ്ടില്ല എന്ന് പറഞ്ഞു കൊടുക്കണോ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഞാൻ പറഞ്ഞു 3 രാജ്യങ്ങൾ ഉൾപ്പെടുന്നില്ല എന്ന്. ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ നിയതമായ ഒരു അതിർത്തിക്കകത്ത് വരുന്ന രാജ്യങ്ങളാണ്
ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഉപഭൂഖണ്ഡങ്ങളുള്ള രാജ്യങ്ങളില് അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടുന്നില്ല. കാരണം ഹിന്ദുക്കുഷ് മലനിരകൾക്ക് അപ്പുറത്താണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. സുലൈമാൻ പർവ്വതനിര, ഹിന്ദുക്കുഷ് പർവ്വതനിര അവിടെ കിടക്കുകയാണ്, അതിന്റെ അപ്പുറത്താണ്. അപ്പൊ അതൊരു ജിയോഗ്രഫിക്കൽ കണ്ടിന്യൂറ്റി ഇന്ത്യയുമായിട്ടില്ല, ഇല്ലേ? ശരി, ഓക്കെ. മറ്റൊരു രാജ്യം പറഞ്ഞത് ചൈനയാണ്. ചൈനയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നില്ല. കാരണം നമ്മുടെ ഹിമാലയ പർവ്വതത്തിനപ്പുറത്താണ് ചൈനയുടെ സ്ഥാനം എന്ന് പറയുന്നത്. അതിന്റെ വടക്ക് ഭാഗത്ത് അല്ലേ? മറ്റേത് ഹിമാലയത്തിന്റെ താഴെയാണ് നമ്മൾ ഈ പറയുന്നത്, സൗത്ത്. ഇനി അടുത്ത ഏതാണ്? ഇനിയുള്ളത് മ്യാൻമാർ ആണ് പറഞ്ഞത്. മ്യാൻമാർ എന്ന് പറയുമ്പോൾ നമ്മുടെ കിഴക്കൻ മലനിരകൾ, പൂർവാചൽ എന്ന് പറയും, അതിനപ്പുറത്താണ് മ്യാൻമാർ സ്ഥിതി ചെയ്യുന്നത്. അതായത് ഹിമാലയ പർവ്വതം വടക്ക് നിന്ന് തെക്കോട്ട് ഇങ്ങനെ താഴ്ന്നു വന്നിട്ട് പിന്നെ ഒരു വാല് പോലെ താഴോട്ട് വരുന്നതാണ് പൂർവാചൽ. ഈ പൂർവാചലിന്റെ അപ്പുറത്താണ് അല്ലേ? അതുകൊണ്ട് നമ്മൾ അതിന് ചേർത്തിട്ടില്ല, മ്യാൻമാറിനെ ചേർത്തിട്ടില്ല. വളരെ വ്യക്തമാണ്. ശരി, എന്നാലും നമുക്ക് ചൈനയെ കുറിച്ച് വീണ്ടും പറയേണ്ടതുണ്ട്. ഇന്ത്യയുടെ അയൽരാജ്യമാണ് ചൈന എന്ന് പറഞ്ഞു. ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി പങ്കിടുന്നുണ്ട്. ആ അതിർത്തി വേർതിരിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? മക്മോഹൻ ലൈൻ. മക്മോഹൻ ലൈൻ ഏത് ഭാഗത്താണ് കിടക്കുന്നത്? അരുണാചൽ പ്രദേശിന്റെ ഭാഗത്താണ്. അരുണാചൽ പ്രദേശിന്റെ ഭാഗത്താണ് കിടക്കുന്നത്, പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അതേസമയം റാഡ്ക്ലിഫ് ലൈൻ വളരെ വ്യക്തമാണ്. ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തി കറക്റ്റാണ്. അവിടെ ഒരു കറക്റ്റ് അതിർത്തി ഇല്ല, മനസ്സിലായോ? അത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അരുണാചൽ പ്രദേശിന്റെ ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ചൈനയുമായിട്ട് നമ്മൾ അതിർത്തി പങ്കിടുന്നത്. അതുകൊണ്ടാണ് മക്മോഹൻ ലൈൻ നമ്മളവിടെ പറഞ്ഞതെന്ന് മനസ്സിലാക്കി വെക്കുക. ശരി, ചൈനയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ചൈനയെക്കുറിച്ച് ഒരു ഏകദേശ രൂപം നിങ്ങൾ പറയണം. പറയൂ വൈഷ്ണവി, ചൈനയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യമാണ് ഇതെന്ന് പറയുന്നത് ചൈന. ജനസംഖ്യയിൽ 2ാം സ്ഥാനമാണ്. അതുപോലെ തന്നെ ചൈന എത്ര രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നു എന്ന് ചോദിച്ചാൽ 14 രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ശരി. ചൈനയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ബീജിംഗ് ആണ്. അതെ, ബീജിംഗ് ആണ് തലസ്ഥാനം എന്ന് പറയുന്നത്. അവിടുത്തെ നാണയമാണ് യുവാൻ. ശരി. ചൈനയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ ചൗവൻലായി. അതെ, ചൈനയിലെ ഇപ്പോഴത്തെ ഭരണാധികാരിയാണ് ഷീ ജിൻപിങ്. ഇപ്പോഴത്തെ ഭരണാധികാരി അല്ലേ? ശരി. അപ്പൊ ചൈനയിലെ നാണയം നിങ്ങൾ പറഞ്ഞ യുവാൻ എന്നാണ്, ശരിയല്ലേ? ലോകത്ത് പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് മണ്ടാരി ഭാഷ. ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയാണ് മണ്ടാരി ഭാഷ. ചൈനയെ കുറിച്ച് വേറെ എന്ത് പറയാനുണ്ട്? ത്രിഗോർജസ് എന്ന് പറയുന്ന അണക്കെട്ട് ലോകത്തിലെ ഏറ്റവും വലുതാണ്. അതെവിടെയാണ്? ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ചൈനയുടെ ദുഃഖം എന്ന് പറയുന്ന നദി ഏതാണ്? ഹൊയാൻഹോ റിവറാണ്. മക്കാവു എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? ചൈനയ്ക്കകത്താണ്. മക്കാവു എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. നമ്മള് മക്കാവുലേക്ക് പോകണമെങ്കിൽ പിന്നെ പാലം വഴി വേണം പോകാനുള്ളൂ, കടലിനകത്തുകൂടി മക്കാവു. ശരി. പിന്നീട് ചൈനയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പഞ്ചമഹാശക്തികളിൽ ഏഷ്യയിൽ നിന്നൊരു രാജ്യമുണ്ട്. ഏതാണ്? ചൈനയാണ്. അങ്ങനെയാണ് പഞ്ചമഹാശക്തികളിൽ മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അമേരിക്ക, ഏഷ്യയിൽ നിന്ന് ചൈന, പിന്നെ യൂറോപ്പിൽ നിന്ന് 3 രാജ്യങ്ങൾ. അത് 3ഉം 2ാം ലോക മഹായുദ്ധത്തിൽ ജയിച്ച രാജ്യങ്ങളാണ്. ഏതൊക്കെയാണ്? ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ. അങ്ങനെ 5 രാജ്യങ്ങളാണ് പഞ്ചമഹാശക്തികൾ അല്ലെങ്കിൽ വീറ്റോ പവറുള്ള രാജ്യങ്ങൾ. അല്ലെങ്കിൽ സെക്യൂരിറ്റി കൗൺസിലിൽ 15 പേരുള്ളതിൽ പെർമനന്റ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ 5 രാജ്യങ്ങളാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ചൈനയെ സംബന്ധിച്ച് ഇനി എന്താണ് ചൈനയെ സംബന്ധിച്ച് പറയാനുള്ളത്? ചൈനയിലെ ബീജിംഗിൽ വെച്ചിട്ടാണ് 2008 ഒളിമ്പിക്സ് നടക്കുന്നത്. 2008 ഒളിമ്പിക്സിലാണ് ഇന്ത്യക്ക് വ്യക്തിഗത ഇനത്തിൽ ഷൂട്ടിംഗിൽ സ്വർണ്ണ മെഡൽ കിട്ടുന്നത്. അഭിനവ് ബിന്ദ്ര ഷൂട്ടിംഗ് കിട്ടി. പിന്നെ ചൈനയെ കുറിച്ച് വേറെ എന്താണ് നമുക്ക് പറയാനുള്ളത്? ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നതും ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത്, ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. വെടിമരുന്ന് കണ്ടുപിടിച്ചത് രാജ്യം ഏതാണ്? ചൈനയാണ്. കടലാസ് കണ്ടുപിടിച്ചത് ചൈനയാണ്. വടക്ക് നോക്കി യന്ത്രം ചൈനയാണ്. അപ്പൊ ചൈനയ്ക്ക് വലിയ പാരമ്പര്യം തന്നെ പറയാനുണ്ട്, ശരിയല്ലേ? ശരി, അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. അടുത്ത ഭാഗം എന്ന് പറയുന്നത് എന്താണെന്നാണ്? ചൈനീസ് വിപ്ലവമാണ് നമുക്കിനി പറയേണ്ടത്. അപ്പം നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ ശരിയോ തെറ്റോ പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ചൈനീസ് വിപ്ലവത്തിലേക്ക് പോവാം. ശരി, ആ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വായിക്കൂ. ക്വസ്റ്റ്യൻ ഇതാണ്: ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന: പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1-നാണ്. അത് ആ പ്രസ്താവന ശരിയാണ്.
അടുത്ത രണ്ടാമത്തെ പ്രസ്താവന, യുദ്ധാനന്തരം ചിയാങ് കൈഷക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. ശരിയാണത്. ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സെ തുങ് ആണ്. അതും ശരിയായ പ്രസ്താവനയാണ്. ഇനി നാലാമത് പറഞ്ഞത്, മാവോ സെ തുങ്ങിന് ശേഷം ഹുവാങ് ഗുവോഫെങ് ചൈനയിൽ അധികാരത്തിൽ വന്നു എന്നാണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. മാവോക്ക് ശേഷം അധികാരത്തിൽ വന്ന വ്യക്തിയാണ് ദെങ് സിയാവോപിങ്. അല്ലേ? അതെ. ശരി. അപ്പൊ അതാണ് നമ്മൾ പഠിച്ചത്. ഇനി ഓരോ പ്രസ്താവനയായിട്ടൊന്ന് പറയൂ. ഏതാണ് ഒന്നാമത്തെ പ്രസ്താവന? നമ്മൾ പറഞ്ഞത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1 അപ്പോൾ ചൈനയുടെ പീപ്പിൾസ് റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ ചെയർമാനാണ് ആര്? മാവോ സെ തുങ്. ചൈനയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ചൗവൻലായിയാണ്. അല്ലേ? ചൗവൻലായി. ഇവർ രണ്ടുപേരും മരിച്ചത് 1976 രണ്ടുപേരും മരിച്ചത്. ഈ ചൗവൻലായി മരിച്ചത് PH പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അല്ലേ? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. രണ്ടുപേരും 1976 മരിച്ചു. ശരി, നമുക്കിനി ചൈനീസ് വിപ്ലവത്തെ കുറിച്ച് തന്നെ സംസാരിക്കേണ്ടതുണ്ട്. ശരി, ചൈനീസ് വിപ്ലവത്തെ കുറിച്ച് അത്യാവശ്യം വേണ്ട പോയിന്റുകളൊന്നും സംസാരിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആർക്കാണ് സംസാരിച്ചോ. ചൈനീസ് വിപ്ലവം നടക്കുന്നത് 1911 1911 ചൈനീസ് വിപ്ലവം നടക്കുന്നത്. അവിടുത്തെ ഭരണാധികാരിയായിരുന്ന അല്ലെങ്കിൽ ഭരണമായിരുന്ന മഞ്ചു രാജവംശത്തിനെതിരെയാണ് ചൈനീസ് വിപ്ലവം നടക്കുന്നത്. വിദേശ ആധിപത്യത്തിനും മഞ്ചു രാജവംശത്തിനും എതിരെയാണ് ചൈനീസ് വിപ്ലവം നടക്കുന്നത്. ഈ ചൈനീസ് വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് കുമിന്താങ് പാർട്ടിയാണ് അതെ, തുടക്കത്തിൽ. ഈ കുമിന്താങ് പാർട്ടിയുടെ നേതാവ് എന്ന് പറയുന്നത് സൺ യാറ്റ് സെൻ ആയിരുന്നു. സൺ യാറ്റ് സെൻ, അതായത് ചൈനയുടെ രാഷ്ട്രപിതാവ്. അല്ലേ? ചൈനീസ് റവല്യൂഷണറി ലീഗും ചൈനീസ് റവല്യൂഷണറി ലീഗ് സ്ഥാപിച്ചതും സൺ യാറ്റ് സെൻ ആണ്. ശരി, അടുത്തത്. അപ്പൊ കുമിന്താങ് കക്ഷിക്ക് നേതൃത്വം കൊടുത്തത് ഈ സൺ യാറ്റ് സെൻ ആണ്. എന്നാൽ 1925 ആകുമ്പോഴേക്കും സൺ യാറ്റ് സെൻ മരിക്കുന്നു. അതിനുശേഷം ഈ കുമിന്താങ് കക്ഷിയുടെ നേതാവായിട്ട് വരുന്നത് ചിയാങ് കൈഷക്. അദ്ദേഹം വളരെ ഏകാധിപതിയായിട്ടാണ് ഭരണം നടത്തിയത്. അപ്പൊ അതിനെതിരെയാണ് മാവോ സെ തുങ് എന്ത് നടത്തിയത്? ലോങ് മാർച്ച്, മഹത്തായ പടനീക്കം നടത്തുന്നത്. ലോങ് മാർച്ച് എവിടെ നിന്ന് തുടങ്ങി എവിടെ നിന്ന് അവസാനിച്ചു? തെക്കൻ ചൈനയിലെ യാങ്സിയിൽ തുടങ്ങി വടക്കൻ ചൈനയിലെ യെനാനിൽ അവസാനിക്കുന്നു. ശരി. പിന്നീട് ഈ മാവോ സെ തുങ്ങിന്റെ നേതൃത്വത്തിൽ നടന്ന മഹത്തായ പടനീക്കം അല്ലെ ഗ്രേറ്റ് മാർച്ചിനെ കുറിച്ച് എന്താണ് നമുക്ക് സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്? ഏകദേശം 6000 മൈലാണ് കവർ ചെയ്ത് 90,000 പേരാണ് ആകെ പങ്കെടുത്തത്. അതുപോലെ തന്നെ 24 നദികളാണ് കടന്നത്. 24 നദികൾ ഈ ഇത്രയും ആളുകൾ കടന്നു അല്ലേ? കർഷകരും തൊഴിലാളികളും പ്രതികൂലമായ കാലാവസ്ഥയിൽ കടക്കുകയും പലരും മരിക്കുകയും ഒക്കെ ചെയ്തു. ലോക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മഹത്തായ പടനീക്കം അല്ലെങ്കിൽ ദ ലോങ് മാർച്ച്, ദ ഗ്രേറ്റ് മാർച്ച്. അത് നടന്ന വർഷം എന്നാണ് 1934 ഒക്ടോബർ 16 ആരംഭിച്ച് 1935 ഒക്ടോബർ 22 അവസാനിക്കുന്നു. ശരി. പിടിച്ചെടുത്ത പ്രദേശങ്ങൾ 62ഓളം പ്രദേശങ്ങൾ, 62ഓളം നഗരങ്ങളും 12 പ്രവിശ്യകളുമാണ് പിടിച്ചെടുത്തു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പണ്ട് ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മാവോയും കൂട്ടരും പിന്നെ വടക്കൻ ചൈനയിൽ വന്ന് അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ചിയാങ് കൈഷക്കിൻ്റെ കയ്യിൽ നിന്ന്. ചിയാങ് കൈഷക്ക് കുറച്ചുകൂടെ ബുദ്ധിപരമായി എന്തെന്ന് വെച്ചാൽ എന്നാൽ നേരെ തെക്കൻ ചൈനയിൽ പോയി മാവോയും കൂട്ടരെയും നശിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ തെക്കൻ ചൈനയിലേക്ക് പോവുകയാണ് ചിയാങ് കൈഷക്കും കൂട്ടരും. പക്ഷെ മാവോയും കൂട്ടരും ഊടുവഴികളിലൂടെ വനത്തിനകത്തൂടെയൊക്കെ നേരെ ഈ സമയത്ത് അങ്ങോട്ട് വരികയാണ്, വടക്കൻ ചൈനയിൽ വന്ന് അധികാരം പിടിച്ചെടുക്കുകയാണ് ചെയ്തത് മാവോ സെ തുങ്. അല്ലേ? ശരി. ഇനി ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമുക്ക് പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് പറയാനുള്ളത്? തുറന്ന വാതിൽ നയം. എന്താണ് തുറന്ന വാതിൽ നയം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓപ്പൺ ഡോർ പോളിസി പറയും. തുറന്ന വാതിൽ നയം ചൈനയിൽ നടപ്പിലാക്കിയത് ആരാണ്? അമേരിക്ക. സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ ആണ് നടപ്പിലാക്കുന്നത്. തുറന്ന വാതിൽ നയം എന്ന് പറഞ്ഞാൽ ചൈനയിലേക്ക് ഏത് രാജ്യത്തിന് വേണോ എന്ത് ചെയ്യാം, ആർക്കെങ്കിലും വന്ന് വ്യാപാരം നടത്താം എന്നൊരു നയമാണ് തുറന്ന വാതിൽ നയം. ശരി. ഇതിനെ അവിടുത്തെ ആളുകൾ എതിർക്കുകയാണ് ചെയ്യുന്നത്, തുറന്ന വാതിൽ നയം. അടുത്ത പിന്നെ പറയാനുള്ളതാണ് കറുപ്പ് യുദ്ധമാണ്. കറുപ്പ് യുദ്ധം നടക്കുന്നതും എവിടെയാണ്? ചൈനയിലാണ്. 1839 മുതൽ 1842 വരെയാണ് കറുപ്പ് യുദ്ധം നടക്കുന്നത്. ഓപ്പിയം വാർ. ഓപ്പിയം ഇറക്കുമതി ചെയ്യുന്നതിന് ചെറുക്കുകയാണ് ചെയ്തത് ചൈനക്കാര്. കറുപ്പ് യുദ്ധം. ഇനി നമുക്ക് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാൻ പറ്റുന്നത്? 1900 ബോക്സർ കലാപം നടക്കുന്നത്. അതിന്റെ ബോക്സർ കലാപത്തിന്റെ ആ ഒരു ചിഹ്നം എന്ന് പറയുന്നത് മുഷ്ടി. അതെ, ശരി.
അപ്പോൾ നമുക്ക് ആ വർഷങ്ങൾ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ബോക്സർ കലാപത്തിൻ്റെ വർഷം ഏതാണ്? 900. കറുപ്പ് യുദ്ധം 1839 1842 വരെ. 42 വരെ. ചൈനീസ് വിപ്ലവം 1911. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം നടന്നത് 1966 മാവോ ഉണ്ടായിരുന്ന കാലത്ത്, മാവോയുടെ നേതൃത്വത്തിലാണ്. മാവോ അധികാരം പിടിച്ചെടുക്കുന്നത് ചിയാങ് കൈഷക്കിന്റെ കയ്യിൽ നിന്നാണ്. അപ്പൊ ചിയാങ് കൈഷക് കൂട്ടർ എങ്ങോട്ട് പോയി? തായ്വാനിലേക്ക് പോയി അല്ലേ? പിന്നെ അതിലുള്ള ഓപ്ഷൻസ് ഏതാ? പിന്നെ പറഞ്ഞാലും മാവോക്ക് ശേഷം അധികാരത്തിൽ വന്നത് ദെങ് സിയാവോ പിങ് ആണ്. ഡെങ് സിയാവോ പിങ് അദ്ദേഹമാണ് പൂച്ച കറുത്തതായാലും വെളുത്തതായാലും എലിയെ പിടിച്ചാൽ മതി ആ തത്വശാസ്ത്രം മുന്നോട്ട് വെച്ച അദ്ദേഹമാണ്. ശരിയല്ലേ? ശരി. വേറെ നമുക്ക് എന്താണ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പറയാൻ? 1921 ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. ശരി, 1921 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. വേറെ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ? 1976 മാവോ അന്തരിക്കുന്നത്. മാവോ വിശ്വസിച്ചിരുന്ന ഒരു മതമായിരുന്നു കൺഫ്യൂഷ്യനിസം. താവോയിസം എവിടെയാണ്? ചൈനയിലാണ്. രണ്ടും ചൈനയിലാണ്. കൺഫ്യൂഷ്യനിസം താവോയിസം എവിടെയാണ് ഡെവലപ്പ് ചെയ്തത്? ചൈനയിലാണ്. ഇതാണ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം പറയാൻ പറ്റിയ പോയിന്റ്. ശരിയല്ലേ? അപ്പൊ ആ ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ വിടാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 2024 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമിയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യനാണ്. അതിൽ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ആ പ്രസ്താവനകളിൽ തെറ്റ് ഏതെന്നാണ് തെറ്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ഒന്ന് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊന്ന് പറയുക. നമ്മളിങ്ങനെ ആവർത്തിച്ച് എല്ലാത്തിനെയും കുറിച്ച് പറയാം. റിപ്പറ്റേഷൻ ഈസ് ദി മദർ ഓഫ് ടീച്ചിങ്. പിന്നെ ഉത്തരം തിളങ്ങണമെങ്കിൽ നമ്മളിങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടത്തിയാലേ ഉത്തരങ്ങൾ തിളങ്ങുകയുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ചാണ് നമുക്കിനി സംസാരിക്കാനുള്ളത്. അപ്പോൾ വൈഷ്ണവി, ഇതിലുള്ള പ്രസ്താവനകളൊന്ന് വായിച്ചിട്ട് ആദ്യം നമുക്ക് ആ പ്രസ്താവനകളൊന്ന് വായിച്ചു നോക്കാം. എന്താ? 4ാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഇതിന് 4 പ്രസ്താവനയാണ് ആകെ തന്നിട്ടുള്ളത്. 1ാമത്തെ പ്രസ്താവന 1851 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനമെന്ന് തന്നിട്ടുണ്ട്. ആ പ്രസ്താവന തെറ്റാണ്. ആ പ്രസ്താവന ശരി എന്താണ്? 1853 ഓഗസ്റ്റ് 25 അദ്ദേഹത്തിന്റെ ജനനം. ബാക്കി സ്റ്റേറ്റ്മെന്റിൽ ശരി തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ തന്നെയാണ് അദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ. അടുത്ത പ്രസ്താവന: സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവനയാണ്. 3ാമത്തെ പ്രസ്താവന: ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ് എന്ന് പറയുന്നു. പന്മന കൊല്ലം ജില്ല. ശരിയാണ് പ്രസ്താവന. അടുത്ത 4ാമത്തെ പ്രസ്താവന: കേരളത്തിലെ ദേശനാമങ്ങൾ എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളുടെ ഒരു കൃതി എന്ന് പറയുന്നു. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഇതിന് ഉത്തരം ഏതാണ്? ഉത്തരം 1 മാത്രം തെറ്റ് എന്നാണ്. അതായത് ജനിച്ചതിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് തെറ്റ്. ബാക്കിയുള്ള പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, തെറ്റായ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്താനല്ലേ പറഞ്ഞത്? നിങ്ങൾ ആദ്യത്തെ പ്രസ്താവന വായിച്ചപ്പോൾ തന്നെ തെറ്റാണെങ്കിൽ പിന്നെ താഴോട്ട് വായിക്കേണ്ട കാര്യമില്ല. ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ശരിയല്ലേ? ശരി. അപ്പൊ നമുക്കിനി ചട്ടമ്പി സ്വാമികളെ കുറിച്ച് സംസാരിക്കാം. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജനനം മരണം പറയണം. എന്തുകൊണ്ട് ചട്ടമ്പി സ്വാമി എന്ന് പറയണം? അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് പറയണം. ശ്രീ ഭട്ടാരകൻ എന്ന് വിളിക്കുന്ന ആരെയാണെന്ന് പറയണം. അതുപോലെ തന്നെ ഷൺമുഖദാസൻ എന്ന് വിളിക്കുന്ന ആരെയാണെന്ന് പറയണം. അദ്ദേഹം പരിഷ്കരിക്കാൻ ശ്രമിച്ച ഏത് വിഭാഗത്തെയാണെന്നുള്ള പറയണം. ശരിയല്ലേ? ഈ വക കാര്യങ്ങളൊന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ കൃതികൾ, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, ഇത് പറയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ശരി, തുടങ്ങിക്കോളും. ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ 1853 ഓഗസ്റ്റ് 25 അദ്ദേഹം തിരുവനന്തപുരത്ത് കൊല്ലൂരിൽ ജനിക്കുന്നത്. കണ്ണമ്മൂല. ശരിക്കും നമ്മളായിട്ട് പഠിച്ചിരിക്കുന്ന കണ്ണമ്മൂല, ഈ പറയുന്ന തിരുവനന്തപുരം ജില്ല. ഇനി ഈ ഓഗസ്റ്റ് 25 പറഞ്ഞപ്പോൾ കേരളത്തിൽ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 25 ശരിയാണ്. അതുപോലെ അദ്ദേഹം മരിക്കുന്നത് 1924 മെയ് 5 ആ മെയ് 5 പ്രത്യേകത കുഞ്ചൻ ദിനമാണ്. കുഞ്ചൻ നമ്പ്യാർ ദിനമാണ് മെയ് 5 എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തെ പറ്റി പറയുവാണെങ്കിൽ ബാലഭട്ടാരകൻ എന്നറിയപ്പെടുന്നു, ശ്രീ ഭട്ടാരകൻ. അതുപോലെ തന്നെ അയ്യപ്പൻ എന്ന് ബാല്യകാലത്തിൽ അറിയുന്ന പേരാണ് അദ്ദേഹത്തിന്റെ പേരാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്.
പിന്നെയുള്ളത് നമ്മുടെ നായർ സമുദായത്തെ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. അതുപോലെ പണ്ട് കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസം ആയിരുന്നുകൊണ്ട് തന്നെ ചട്ടമ്പി എന്ന് പറയുന്ന പേര് അദ്ദേഹത്തിന് കിട്ടുന്നത് ലീഡർ, ചട്ടമ്പി എന്ന് പറയുന്ന അതെ ക്ലാസ് ലീഡർ എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് അറിയപ്പെടുന്നത്. ശരി ഐശ്വര്യ, നമുക്കിനി അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച് നോക്കാം. നമ്മുടെ സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഇനി അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചാണ് നമുക്കൊന്ന് പരിശോധിക്കാനുള്ളത്. പറയാമോ? അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട PSCക്ക് എപ്പോഴും ചോദിക്കാറുള്ള കൃതികളാണ് ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, ക്രിസ്തുമത ചേതനം. പിന്നെ നമുക്ക് എന്താണ് തിരിഞ്ഞു പോകുന്ന ഒന്നാണ് മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന് പറയുന്നത്. മോക്ഷപ്രദീപ ഖണ്ഡനം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. എന്നാൽ മോക്ഷപ്രദീപം എന്ന പുസ്തകം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആ കൃതികളെ കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞിട്ട് ആ കൃതികളെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് പറയുന്നത് നല്ലതായിരിക്കും. അതിൽ പറയാനുള്ളത് നമുക്ക് ഏതാണ്? വേദാധികാര നിരൂപണം എന്ന കൃതിയെ പറ്റി വിവേകാനന്ദൻ എന്താണ് പറഞ്ഞത്? തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. ഏത് കൃതിയെ കുറിച്ച് പറഞ്ഞത്? വേദാധികാര നിരൂപണത്തെ കുറിച്ച് പറഞ്ഞതാണ്. ശരി, പിന്നെ വേറെ ഏതൊക്കെ കൃതികളിൽ എന്താണ് പ്രത്യേകിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? അതുപോലെ വിവേകാനന്ദ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. ശരി, അപ്പോൾ നമുക്ക് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ പ്രാചീന മലയാളം എന്ന പുസ്തകത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ അത് പരശുരാമ കഥകളെ എതിർക്കുന്നതാണ്. നോക്കാം, അതാണ് അതിൻ്റെ പ്രത്യേകത. പരശുരാമ കഥകളെ എതിർക്കുന്നതാണ്. ഇന്നായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഘോഷയാത്ര തുടങ്ങിയത് ശരിയല്ലേ? യഥാർത്ഥത്തിൽ അത് സത്യമാണ്. അത്രമാത്രം പാണ്ഡിത്യമുള്ള ആളുകളായിരുന്നു ഈ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ. മനസ്സിലായില്ല? അതൊന്നും നമ്മളെ ഈ സമൂഹം മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴത്തെ സമൂഹം അത് മനസ്സിലാക്കുന്നില്ല. കാരണം ആ പുസ്തകം വായിച്ചു നോക്കാനുള്ള കഴിവുപോലും ഇപ്പോഴത്തെ സമൂഹത്തിലുള്ള പലർക്കും ഇല്ല എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ബാക്കി ഉള്ള കാര്യങ്ങൾ കൂടി സംസാരിക്കണം. അദ്ദേഹത്തിൻ്റെ കൃതികൾ, ശ്രീനാരായണ ഗുരുവുമായി കണ്ടുമുട്ടിയത്, പിന്നെ വിവേകാനന്ദനുമായി വിവേകാനന്ദനൊക്കെ നേരിട്ട് ചട്ടമ്പി സ്വാമികളെ ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിങ്ങൾ യുവാക്കളും യുവതികളും മനസ്സിലാക്കണം. അത്രമാത്രം പ്രസക്തിയുണ്ട് നമുക്ക്. അതുകൊണ്ട് ചേരേണ്ടവർ തമ്മിൽ തന്നെ ചേർന്നു. ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും അത്രമാത്രം ഒരു ബന്ധം സ്ഥാപിച്ചു. രണ്ടുപേരും ഒന്നിനൊന്ന് പാണ്ഡിത്യമുള്ളവരും ഒരു ദർശനമുള്ളവരും കാഴ്ചപ്പാടുള്ളവരുമായിരുന്നു, അതല്ലേ? അതുകൊണ്ട് നമുക്ക് ചട്ടമ്പി സ്വാമികളുടെ ബാക്കി കൃതികളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ഈ ക്ലാസ് നടത്തിക്കൊണ്ട് പോകാൻ പാടില്ല, അല്ലേ? നമുക്കൊരു പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം, ഒരു ഉത്തരം, അങ്ങനെയല്ല. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇത് വിശാലമായിട്ടൊന്ന് മനസ്സിലാക്കണം, വേണ്ടേ? ശരി, അപ്പോൾ നമുക്ക് ബാക്കി കൃതികളെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം. പറയും. ചട്ടമ്പി സ്വാമികളുടെ മറ്റു കൃതികളാണ് പറയുന്നത്. അദ്വൈത പഞ്ചരം, അത് ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ്. അദ്വൈത പഞ്ചരം. ഇനി നമുക്ക് പരീക്ഷയിൽ ചോദിച്ച് നമ്മൾ ഇതുവരെ വലുതായിട്ട് ശ്രദ്ധിക്കാത്ത ഒരു എന്താണ് ബുക്കായിരുന്നു കേരളത്തിലെ ദേശനാമങ്ങൾ എന്ന് പറയുന്നത്. അതായിരുന്നു സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്നു. അത് ശരിയാണ്. പക്ഷെ ഒറ്റയടിക്കലപ്പോൾ അത് ശരിയാണോ എന്നൊരു സംശയം തോന്നുന്നു, അല്ലേ? പിന്നെ പറയുകയാണെങ്കിൽ നിജാനന്ദ വിലാസം എന്ന കൃതി ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. നിജാനന്ദ വിലാസം എന്നത് ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ്. ഇത് കൂടാതെ അദ്ദേഹത്തിന്റെ മറ്റു രണ്ട് പുസ്തകങ്ങളാണ് സർവമത സാമരസ്യം. നമ്മളത് വലുതായിട്ട് കേട്ടിട്ടില്ല. സർവമത സാമരസ്യം എന്നതും സർവമത സാമരസ്യം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അതുകൂടാതെ പരമഭട്ടാര ദർശനം, പരമഭട്ടാര ദർശനം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ശരി, ഈ ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള ബന്ധം, ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരു തൈക്കാട്ടയ്യ, മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, ശരിയല്ലേ? പറയും. ചട്ടമ്പി സ്വാമികളും സ്വാമിയും ശ്രീനാരായണ ഗുരു കൂടെ കണ്ടുമുട്ടിയത് ഇവിടെ വെച്ചിട്ടാണ്. അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ട് 1882 ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടുന്നത്. അതുപോലെ ഈ വിവേകാനന്ദനും ചട്ടമ്പി സ്വാമികളും കണ്ടുമുട്ടിയത് 10 വർഷം കഴിഞ്ഞിട്ട് 1892 അപ്പോഴാണ് അദ്ദേഹം ആ പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞത്, അല്ലേ? വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥത്തെ കുറിച്ച് വിവേകാനന്ദൻ പറഞ്ഞതാണ് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. വിവേകാനന്ദനാണ് നമ്മുടെ കേരളത്തിലെ എന്ന് വിളിച്ചത്. 1893 ചിക്കാഗോ പ്രസംഗം നടത്തിയതും ആര് തന്നെയാണ്? വിവേകാനന്ദനാണ്, ശരിയല്ലേ? അപ്പൊ അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അതുപോലെ തിരുവിതാംകൂറിൽ ഈ പറയുന്ന പട്ടിസദ്യ നടത്തിയതും ചട്ടമ്പി സ്വാമികളാണ്. ഇപ്പൊ ചട്ടമ്പി സ്വാമി ആയാലും ശ്രീനാരായണ ഗുരു ആയാലും സ്വാതി തിരുനാളായാലും ഒക്കെ അവരുടെ ശിഷ്യന്മാരായിരുന്നു. തെക്കാടയ്യാണ് പറയണെന്ന് തോന്നുന്നു, ഗുരുവിന്റെ എന്നാണ് പറയുന്നത്. പിന്നെ
ഈ സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. നമ്മളത് പഠിച്ചിട്ടുണ്ട്. പന്തി ഭോജനം നടത്തിയത് തൈക്കാട് അയ്യയാണ്. മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ്. പിന്നെ പ്രീതി ഭോജനം നടത്തിയത് വാഗ്ഭടാനന്ദനാണ്. അപ്പോൾ ഇവിടെ ഒരു സംശയം, പട്ടി സദ്യ ആരുമായി ബന്ധപ്പെട്ടതാണ്? ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളെ സുഹൃത്തുക്കൾക്കൊരു സംശയം വരില്ല, എന്താണ് ഈ പട്ടി സദ്യ? അല്ലാതെ സദ്യയിലൊക്കെ നമ്മളിവിടെ കല്യാണത്തിനൊക്കെ നമ്മൾ പോയി നമ്മൾ സദ്യ കഴിച്ചിട്ടുണ്ട്, നമ്മൾ സദ്യ കൊടുക്കാറുണ്ട്, ഓണത്തിന് പ്രത്യേക സദ്യയുണ്ട്. എന്താണ് ഈ പട്ടി സദ്യ? അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. ചട്ടമ്പി സ്വാമികൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ അഴിമതികളും കെടുകാര്യസ്ഥതയും എല്ലാം കണ്ടിട്ടുള്ള വ്യക്തിയാണ് ആര്? ചട്ടമ്പി സ്വാമികൾ. ഒരിക്കൽ ചട്ടമ്പി സ്വാമിയെ ആഹാരം കഴിക്കാനായിട്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വിളിച്ചു. ചട്ടമ്പി സ്വാമിക്ക് ആഹാരം കൊടുക്കുന്ന ഒരു ഗമയാണ് അല്ലേ, അത്രമാത്രം ഒരു കാര്യമാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമി പറഞ്ഞു, എൻ്റെ കൂടെ ചില ആളുകളോട് വരുന്നുണ്ട് ആഹാരം കഴിക്കാനായിട്ട്. അങ്ങനെ ചട്ടമ്പി സ്വാമി ആഹാരം കഴിക്കാൻ പോയപ്പോഴത്തേക്ക് അതിനോടൊപ്പം ചില പട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ ചട്ടമ്പി സ്വാമികൾക്ക് ആഹാരം കൊടുത്തപ്പോഴത്തേക്ക് ഈ ആഹാരത്തിൻ്റെ ഒരു ഭാഗം ആർക്കും കൊടുത്തു? ഈ പട്ടികൾക്കും കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കൂടെ പോയ പട്ടികളാണ്, പട്ടികൾക്കും കൊടുത്തു. അപ്പോൾ ഇതിന് പട്ടിസദ്യ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ അഴിമതിക്കാരായിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ജന്മമാണ് ഈ പട്ടികൾ. ഈ പട്ടികളെല്ലാം പണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിരുന്നു, മഹാ അഴിമതിക്കാരന്മാരായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഈ അഴിമതി കാണിക്കാൻ പാടില്ല. അഴിമതിക്കാരാണ് ഇങ്ങനെ പട്ടികളായി ജനിക്കുന്നത്, അവർ കൂടെ സദ്യ കൊടുക്കുക. മനസ്സിലായില്ല? അതുകൊണ്ട് പട്ടിസദ്യ എന്ന് പറയുന്നത് പട്ടിക കൊടുത്ത സദ്യ തന്നെ. അതിൽ സിംബോളിക് എന്ന് പറയുന്നത് അഴിമതിക്കാരന്മാരായ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാണ് ഇത് അദ്ദേഹം ആക്ഷേപിച്ചതും അതിനെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഇത് ഞാൻ പറഞ്ഞത് അഴിമതിക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ ഇത് മനസ്സിലാക്കണം. ചട്ടമ്പി സ്വാമികൾ പറയുന്നത് അഴിമതിക്കാരായ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ഈ കാണുന്ന പട്ടികളല്ല. മനസ്സിലായല്ലോ? നമ്മളിത് കേൾക്കുമ്പോഴത്തേ അപ്പോൾ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ കൂടെ വരുന്നത് നാളെ എന്നെയും അങ്ങനെ ആരെങ്കിലും പറഞ്ഞേക്കാം. അങ്ങനെയല്ല, അത്രമാത്രം ആർജവമുള്ള വ്യക്തിയായിരുന്നു ആര്? ചട്ടമ്പി സ്വാമികൾ. അതുകൊണ്ട് പട്ടിസദ്യയെക്കുറിച്ച് കാര്യം മനസ്സിലായല്ലോ. ശരി, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാം. അതിൽ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആര് എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ. അതിൻ്റെ ഓപ്ഷൻസ് ജവഹർലാൽ നെഹ്റു, എം വിശ്വേശ്വരയ്യ, PC മഹലാനോബിസ്, ഡോക്ടർ MS സ്വാമിനാഥൻ. എല്ലാം വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്, ശരിയല്ലേ? അപ്പോൾ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആര് എന്നുള്ളതിൻ്റെ ഉത്തരം M വിശ്വേശ്വരയ്യയാണ്. അപ്പോൾ നമുക്ക് വിശ്വേശ്വരയ്യയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ആദ്യം നോക്കാം. വിശ്വേശ്വരയ്യ രൂപകൽപ്പന ചെയ്ത് മൈസൂർ പട്ടണമാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ഡേ ആയി ആഘോഷിക്കുന്നത്. M വിശ്വേശ്വരയ്യ. ശരിയാണല്ലോ? ശരി, അങ്ങനെയാണെങ്കിൽ ഇതിലൊരു ഓപ്ഷൻ ജവഹർലാൽ നെഹ്റു ഉണ്ട്. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പിന്നീട് ഐശ്വര്യ 2 വാക്ക് സംസാരിക്കും. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. നമുക്കറിയാം, അദ്ദേഹം ജനിച്ചത് 1889 നവംബർ 14. നവംബർ 14 ശിശുദിനമായിട്ട് ആചരിക്കുന്നു. അതേപോലെ ലോക പ്രമേഹ ദിനവും നവംബർ 14. അതേസമയം ലോക ശിശുദിനവും നവംബർ 20. ജവഹർലാൽ നെഹ്റു ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു, നമുക്ക് നന്നായിട്ട് അറിയാം. 1946 ഇടക്കാല ഗവൺമെന്റിന്റെ വൈസ് പ്രസിഡന്റായിരുന്നു. ഇടക്കാല ഗവൺമെന്റിൽ 14 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. പിന്നെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ പ്രധാനമന്ത്രിയായി. ശരിയല്ലേ? അദ്ദേഹം 1964 മെയ് 27 വരെ പ്രധാനമന്ത്രിയായിരുന്നു. മരിക്കുന്നതുവരെ വിദേശകാര്യ ഉപമന്ത്രിയായിരുന്നു. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ഇന്ത്യ ഡിസ്കവറി ഓഫ് ഇന്ത്യ, പിന്നെ ഡിസ്കവറി ഓഫ് ഇന്ത്യ, കത്തുകൾ അദ്ദേഹത്തിന്റെ കൃതികളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥ ആൻ ഓട്ടോബയോഗ്രഫി, ഡിസ്കവറി ഓഫ് ഇന്ത്യ, അതെ ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, വിശ്വചരിത്ര അവലോകനം. ഇതൊക്കെ ആരുടെ കൃതികളാണ്? നെഹ്റുവിന്റെ കൃതികളാണ്. പിന്നെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചശീല തത്വം 1954 ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പിട്ടതാണ്. പീക്കിങ്ങിൽ വെച്ചിട്ടാണ് ഒപ്പിട്ടത്. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. 1951 ഏപ്രിൽ 1 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചതെന്നുള്ള മനസ്സിലാക്കണം. അദ്ദേഹം മരിച്ചത് 1964 മെയ് 27 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിനകത്തുള്ളത് PC മഹലാനോബിസാണ്.
PC മഹലാനോബിസിനെ കുറിച്ച് എന്താണ് പറയാൻ പറ്റുന്നത് വൈഷ്ണവി? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മഹലാനോബിസ് PC ആണ്. മഹലനോബിസ് ആണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാഗസിൻ ആണ് സംഖ്യ മാഗസിൻ. അത് PSC ചോദിച്ചതാണ്, സംഖ്യ മാഗസിൻ. പിന്നീട് ജന്മദിനം അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ജൂൺ 29. ജൂൺ 29 ആണ് ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അതാണ് PC മഹലാനോബിസിന്റെ ഒരു മോഡലുണ്ട്. അതെ, രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് PC മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത്. മഹലാനോബിസ് ആൻഡ് നെഹ്റുവിയൻ മോഡലാണ്. വ്യവസായങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി അല്ലേ? ഒന്നാം പഞ്ചവത്സര പദ്ധതിയോ ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നത്. കൃഷിക്ക് പ്രാധാന്യം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? KN രാജാണ്. എക്കണോമിസ്റ്റ് ആണ് അല്ലേ? അദ്ദേഹം മരിച്ചുപോയി. എക്കണോമിസ്റ്റ് ആണ് KN രാജ്. അപ്പോൾ PC മഹലാനോബിസിനെ കുറിച്ചുണ്ട്. പിന്നെ നമുക്ക് MS സ്വാമിനാഥനാണ് ഒരു ഓപ്ഷനിലുള്ളത്. എന്താണ് MS സ്വാമിനാഥനെ കുറിച്ച് പറയുവാനുള്ളത്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് MS സ്വാമിനാഥൻ. 1. 2 അദ്ദേഹമാണ് ഈ പറയുന്ന ഈ ഹരിത വിപ്ലവത്തിന്റെ കാലഘട്ടം 2 പ്രധാനപ്പെട്ട കാലഘട്ടങ്ങളിലാണ് നടന്നത്. 1960, 70, 80 ഹരിത വിപ്ലവം. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ പിന്നെ ഭവനം എന്നറിയപ്പെടുന്ന ഏതാണ്? ഫിലിപ്പൈൻസ് ആണ്. അതിനകത്ത് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് അവിടെ സംസാരിക്കാൻ പറ്റും. പിന്നെ MS സ്വാമിനാഥനെ കുറിച്ച് അദ്ദേഹം ഡെവലപ്പ് ചെയ്തൊരു ഗോതമ്പ് ഇനം സർബതി സൊണോറ. അത് PSC പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. MS സ്വാമിനാഥൻ ജനിച്ചത് എവിടെയാണ്? കുംഭകോണം. അദ്ദേഹത്തിന്റെ പിന്നീട് റൂട്ട് നമ്മുടെ ആലപ്പുഴയാണ്. ആലപ്പുഴയുമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധമുണ്ട്. അദ്ദേഹം മരിച്ചതെന്നാണ് 2023 സെപ്റ്റംബർ 28-നാണ് MS സ്വാമിനാഥൻ മരിക്കുന്നത്. ഈ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ MS സ്വാമിനാഥൻ മരിച്ചതെന്നാണെന്നൂടെ പറയും. 2023 സെപ്റ്റംബർ 28. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ് M വിശ്വേശ്വരയ്യ. M വിശ്വേശ്വരയ്യയുടെ പേരിലൊരു സ്റ്റീൽ പ്ലാന്റ് ഉണ്ട്. M വിശ്വേശ്വരയ്യ സ്റ്റീൽ പ്ലാന്റ്, ഭദ്രാവതി സ്റ്റീൽ പ്ലാന്റ്. എവിടെയാണ്? അത് കർണാടകത്തിലാണ്. 1923 അത് ആരംഭിച്ചത്. എന്നാണ് 1923 ആരംഭിച്ചത്. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയെ കുറിച്ച് എന്തറിയാം? പിന്നെ ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അതാണ് അദ്ദേഹത്തിന്റെ പുസ്തകം, ദാദാഭായ് നവറോജി. അദ്ദേഹത്തിന്റെ കോൺഗ്രസിന് പേര് കൊടുത്തതാരാണ്? ദാദാഭായ് നവറോജിയാണ്. പിന്നെ ദാദാഭായ് നവറോജിയെ കുറിച്ച് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ്? ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു അല്ലേ? ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവാണ് ദാദാഭായ് നവറോജി. പിന്നെ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, വളരെ കറക്റ്റ് ആണ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചതാരാണ്? ദാദാഭായ് നവറോജിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പത്രമാണ് വോയിസ് ഓഫ് ഇന്ത്യ. വളരെ പ്രധാനപ്പെട്ടതാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരുടേതാണ്? ദാദാഭായ് നവറോജിയുടേതാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇന്ത്യയിലെ വന്ധ്യവയോധികൻ എന്ന് പറഞ്ഞാൽ ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വന്ധ്യവയോധികൻ എന്ന് പറയുന്ന ആരാണ്? കൻവർ സിംഗ്. ആരാണ്? കൻവർ സിംഗ് ആണ്. കേരളത്തിലെ വന്ധ്യവയോധികൻ എന്ന് വിളിക്കുന്നത് KP കേശവമേനോനെയാണ് കേരളത്തിലെ വന്ധ്യവയോധികൻ എന്ന് വിളിക്കുന്നത്, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. എന്നാൽ ഗുജറാത്തിലെ വന്ധ്യവയോധികൻ എന്ന് വിളിക്കുന്ന ആരെയാണ്? അബ്ബാസ് തിയാബ്ജി. ആരാണ്? അബ്ബാസ് തിയാബ്ജി. ഒരു ബദറുദ്ദീൻ തിയാബ്ജി ഉണ്ട്. അത് INC പ്രസിഡന്റായ ആദ്യ മുസ്ലിമാണ് ബദറുദ്ദീൻ തിയാബ്ജി. ഇതും നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് M വിശ്വേശ്വരയ്യയെ കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. എല്ലാവർക്കും എല്ലാ ആശംസകളും തരുന്നു. നന്ദി, നമസ്കാരം.